ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. ഞാൻ അവളോട് പറയാറുണ്ട് ഐ യൂഷ്വലി ടെൽ ഹർ. അതായത് ഞാൻ പതിവായിട്ട് അവളോട് പറയാറുണ്ട് എന്നാണ് ഐ യൂഷ്വലി ടെൽ ഹർ. നീ വരുമോ എന്ന് നമുക്ക് ചോദിക്കണം. നീ വരുമോ, വിൽ യു കം, അല്ലേ? വിൽ യു കം ഇതുപോലും അറിയാത്ത ആളുകളുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരായിട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞ് സെൻറ്റൻസ് തന്നെ സെലക്ട് ചെയ്തത്. അപ്പം നീ വരുമോ, വിൽ യു കം. എനിക്കറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടോ ഐ ഡോണ്ട് നോ എനിക്കറിയില്ല, എനിക്ക് അവളുടെ വീട് അറിയില്ല. ഐ ഡോണ്ട് നോ ഹെർ ഹോം, എനിക്ക് അവളുടെ വീട് അറിയില്ല, അല്ലേ? ഐ ഡോണ്ട് നോ ഹെർ ഹോം, എനിക്ക് അവളുടെ വീട് അറിയില്ല. ഇനി അതവിടെ ഉണ്ട്, അത് അവിടെ ഉണ്ട്. ഒരു സാധനം നമ്മൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതവിടെ ഉണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ഇറ്റ് ഈസ് ദർ, അത് ഈസ് ഉണ്ട്, ദർ അവിടെ. അപ്പോൾ ഇറ്റ് ഈസ് ദർ, അതവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറയാറുണ്ടല്ലോ. ലെറ്റ്സ് സിറ്റ് ഹിയർ, നമുക്കിവിടെ ഇരിക്കാം ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഒന്നും കൂടി തറപ്പിച്ച് പറയുകയാണെങ്കിൽ ലെറ്റ്സ് സിറ്റ് റൈറ്റ് ഹിയർ എന്ന് പറയാം. ലെറ്റ്സ് സിറ്റ് റൈറ്റ് ഹിയർ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ഓക്കെ, നെക്സ്റ്റ് അതവിടെ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? എന്നാൽ അത് അവിടെ തന്നെയുണ്ട് നല്ല ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയാം, അതവിടെ തന്നെയുണ്ട്. ഇറ്റ് ഈസ് ദർ ഇറ്റ്സെൽഫ്. അവിടെ ഒരു ഇറ്റ്സെൽഫ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണത്? തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദർ ഇറ്റ്സെൽഫ്, അതവിടെ തന്നെ ഉണ്ട്. നീ തന്നെയല്ലേ പറഞ്ഞത്, അല്ലേ? ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് നീ തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാം? ഡിഡിൻ യു യുവർ സെൽഫ്. ഇവിടെ സബ്ജക്റ്റ് യു ആയതുകൊണ്ടാണ് നമ്മൾ അവസാനം യുവർ സെൽഫ് എന്ന് യൂസ് ചെയ്തത്, അല്ലേ? ഡിഡിൻ യു യുവർ സെൽഫ് സേ ദാറ്റ്. ഡിഡിൻ യു യുവർ സെൽഫ് സേ ദാറ്റ്, അതായത് നീ തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സേ ദാറ്റ് എന്ന് അവസാനം കൊടുത്തിട്ടുള്ളത്. ഡിഡിൻ യു യുവർ സെൽഫ് സേ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തന്നെയല്ലേ പറഞ്ഞത്. നെക്സ്റ്റ്, നമുക്കത് വാങ്ങാം. ലെറ്റ്സ് ബൈ ഇറ്റ്, നമുക്കത് വാങ്ങാം. നെക്സ്റ്റ്, ഞാൻ പോയി നോക്കട്ടെ. അതായത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ പോയി നോക്കട്ടെ എന്നിങ്ങനെ. ഐ വിൽ ഗോ ആൻഡ് ചെക്ക്, ഞാൻ പോയി നോക്കട്ടെ. ഐ ഡിഡിൻ ഗെറ്റ് ഇറ്റ്, എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല, എനിക്കത് കിട്ടിയില്ല. ഐ ഡിഡിൻ ഗെറ്റ് ഇറ്റ്, എനിക്കത് കിട്ടിയില്ല. അത് ഇനിയും വൈകും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നും നാളെ ഒന്നും കിട്ടിയില്ല, അപ്പം നമ്മൾ പറയാറുണ്ട് അത് ഇനിയും വൈകും എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയോ? ഡിലേഡ് ഫർദർ എന്നാണ്. അപ്പം ഇങ്ങനെ പറയും, അത് ഇനിയും വൈകും എന്ന് പറയാൻ വേണ്ടി ഇറ്റ് വിൽ ബി ഡിലേഡ് ഫർദർ. അപ്പോൾ ഈ ഡിലേഡ് ഫർദർ എന്നെല്ലാവരും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അത് കിട്ടാൻ വൈകും എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ അത് ഇനിയും വൈകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഡിലേഡ് ഫർദർ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ഡിലേഡ് ഫർദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയും വൈകും എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വീഡിയോ ആണ്, സിമ്പിൾ സെൻറ്റൻസുകളാണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു സിമ്പിൾ സെൻറ്റൻസ് നിങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. ഒരു സെൻറ്റൻസ് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, സിമ്പിൾ സെൻറ്റൻസ്. ഓക്കെ, താങ്ക് യു.